ഹലോ ലോയ്റ്റ് നമ്മൾ ഖത്തറിലോട്ട് വരുന്നതിന് മുമ്പ് ബക്കറ്റ് ലിസ്റ്റിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സംഭവം കേട്ടോ, ഡെസേർട്ട് ഡ്രൈവ് എന്നുള്ളത്. അത് ഇപ്രാവശ്യം എന്താണെങ്കിലും സെറ്റായി. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ അവർ പിക്ക് ചെയ്യാനായിട്ട് വന്നു അവരുടെ വണ്ടിയിൽ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡ്രൈവറേട്ടൻ, ഇഷ്ഫാഖ് എന്നാണ് പേര്. ആള് പാകിസ്ഥാനിയാണ്. ആദ്യം തന്നെ നമ്മളെ കൊണ്ടുപോയത് ഒരു ബഗ്ഗി സ്പോട്ടിലോട്ടാട്ടോ. നമ്മളിത് നേരത്തെ വന്ന് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, കാരണം ഒത്തിരി സമയം വേസ്റ്റ് ആവുമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 1 hour ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിബിൻ എല്ലാവർക്കും ചായയൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ കോമഡി അടിക്കുന്നുണ്ട്. ചളി തന്നെ ആയിരിക്കുമല്ലോ, അതെന്തടിക്കാനാ? ചളി അടിച്ചല്ല കേട്ടോ, ചായ ഞാൻ ഒഴിച്ചു കൊടുക്കാണ്ടായപ്പോൾ ഡാഡി ഒരു ഇച്ചിരി പണക്കാച്ചിയായി. പിന്നെ ചായയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഡാഡിനെ സെറ്റാക്കി എടുത്തു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് വേറൊരു ക്യാമ്പിംഗ് സ്പോട്ടിലോട്ടാട്ടോ. കുറേ ക്യാമൽസ് ഒക്കെ ഉള്ളൊരു ഏരിയ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്യാമൽസിൻ്റെ പുറത്തുനിന്ന് റൈഡിന് പോവാം, ക്യാമൽസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. അവിടെയും അവർ ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമൽസിൻ്റെ പുറത്ത് കയറുന്ന സമയത്ത്, ഈ റൈഡിന് പോകുന്ന സമയത്ത് ഇവർ നമ്മുടെ വണ്ടിയുടെ കാറ്റ് ഉരുവിടും. കാരണം ഫുൾ പ്രഷറോടുകൂടെ വണ്ടി നമ്മൾ ഡെസേർട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ ടയർ പൊതഞ്ഞു. പിന്നാണെങ്കിൽ വെയിലിന്റെ കാര്യം പറയാൻ വേണ്ട, നല്ല വെയിലായിരുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല പൊള്ളുന്ന വെയിലായിരുന്നു. പിന്നെ ഇവിടുത്തെ വെയിലിന്റെ ഒരു പ്രത്യേകത, വേർക്കത്തില്ല, പക്ഷെ നല്ല ചൂടായിരുന്നു. അങ്ങനെ അടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഷെഡ് കണ്ടു, അവിടെ കയറിയിരുന്നു ചില്ല് ചെയ്യാനായിട്ട്. ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അത്ര വലിയ തിരക്കില്ലായിരുന്നു. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഫ്ലാഗ് ഖത്തറിന്റെ നാഷണൽ ഫ്ലാഗ് ആട്ടോ. ഡ്യൂൺസിൽ കയറുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മജ്ലിസ് സെറ്റപ്പിൽ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ആരും ഇവിടെ വന്ന് ഇരിക്കാത്ത കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രി അല്ലെ വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ നല്ല കിഡിലും ലൈവ്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പ്രോപ്പർ ഡ്യൂൺസിലോട്ട് കയറുന്നതിന് മുമ്പ് പുള്ളി നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നായിരുന്നു കേട്ടോ. പിന്നെ ബെൽറ്റ് ഇടാൻ പുള്ളി നിർബന്ധമായിട്ട് പറഞ്ഞു, കാരണം ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മറിഞ്ഞാലും നമുക്കൊന്നും പറ്റത്തില്ല. തുടക്കം തന്നെ ഈ അടുത്ത് നടന്ന ഒരു ആക്സിഡന്റിന്റെ കാര്യം പുള്ളി പറഞ്ഞായിരുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി, പ്രത്യേകിച്ച് മമ്മി അങ്ങനെ ബ്ലിങ്കസ് അടിച്ചിരിക്കുവായിരുന്നു. അത് 2 സീറ്റ് ബെൽറ്റ് കിട്ടിയാൽ അത്രയും നല്ല എന്നുള്ള മൈൻഡിലായിരുന്നു കേട്ടോ മമ്മി. സത്യം പറഞ്ഞാൽ ഞാനും ചത്തിരിക്കുമായിരുന്നു. പിന്നെ മുഖത്ത് ആ എക്സ്പ്രഷൻ അങ്ങ് കിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ സംഭവം തുടങ്ങിയപ്പോൾ എക്സൈറ്റിംഗ് ആയിരുന്നു. ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കാണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓരോ ഡ്യൂൺസിലും കൂടെ കയറ്റി മറിച്ച് വളച്ച് എങ്ങനെയൊക്കെയോ അയാൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്കിളാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് ആവശ്യത്തിൽ കൂടുതൽ പ്രോത്സാഹനം പുള്ളിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് ഓവറായിട്ട് വണ്ടി കുത്തി മറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഡ്യൂൺസിലൂടെ തലങ്ങും വിലങ്ങും ഓടിച്ച് ഞങ്ങൾ ആകെ ഇളക്കി മറിച്ചതിന് ശേഷം പുള്ളി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. ഒരു ഡെസേർട്ട് ഒയാസിസ് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഡെസേർട്ടിന്റെ നടുവിലൊരു വാട്ടർ ബോഡി. അവിടെ ഞങ്ങളെപ്പോലെ തന്നെ വേറെ കുറെ വണ്ടികളും വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ അവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളും കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഡ്രൈവറായിട്ടിന് കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. അവർ സ്ഥിരം വരുന്ന റൂട്ടാണല്ലോ, എങ്ങനെയൊക്കെ എടുത്തിരുന്നു കേട്ടോ. ചാടി എടുത്തു, പിന്നെ മണ്ണിൽ കിടന്നെടുത്തു, അങ്ങനെ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കയറി. കാരണം വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. വെയിൽ കുറച്ച് അൺസൈക്കബിൾ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അവിടെ നിന്ന് പിന്നെ പുള്ളി വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുത്തനെ ഒരു ഇറക്കം ഇറങ്ങിയായിരുന്നു. ഈ സൈഡിലത്തെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ആംഗിളിൽ ഇറങ്ങണമായിരുന്നു. കറക്റ്റ് സണ്ണി ആയിരുന്നു ഫ്രണ്ടിൽ ഇരുന്നിരുന്നത്. സണ്ണി പാനിൽ ഇച്ചിരി ഇച്ചി മുള്ളിയെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്, എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ മത്തായി ഇതാ വരുന്നേ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി സാൻഡ് സർഫിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്തു തന്നു. ബിബിൻ ആദ്യം തന്നെ പോയി താഴെ വീണു. പക്ഷേ ബാക്കിയുള്ളവർ ആ താഴെ പോയിട്ട് പകുതി പോലും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. എന്റെയൊക്കെ കോമഡി ആയിരുന്നു കേട്ടോ. അടുത്തതിൽ നിങ്ങൾ കണ്ടോ എൻ്റെ അവസ്ഥ? നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി ഒരു ഇൻലാൻഡ് സീ കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി ആൻറ്റി വെള്ളത്തിൽ ഇറങ്ങി. ഞാനിങ്ങനെ ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങ് ഇറങ്ങി. കുറച്ചും കൂടെ നോക്കിയപ്പോൾ അവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നതായിട്ട് കണ്ടു കേട്ടോ. ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് യൂറോപ്യൻസ് ആണ് അവിടെ വന്നിരുന്ന് ക്യാമ്പ് ചെയ്യുന്നത്. സൺ ടാനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ മൊത്തത്തിൽ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഒരു 1-1.5 കഴിഞ്ഞപ്പോഴേക്കും അവർ നമ്മളെ തിരിച്ച് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ സഫാരിയിലോട്ടാണ് പോയത്. കാരണം ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ സഫാരി മോളിലുള്ള പംകിൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. നമ്മളൊരു ഗീ റൈസ് കോംബോ ആണ് പറഞ്ഞത്. ഗീ റൈസ്, പപ്പടം, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കറി, പരിപ്പ്, പായസം, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആക്ച്വലി 2 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അങ്കിളും ആൻറ്റിയും ഫിഷ് കറി മീൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല കിടിലൻ ഫുഡായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്ന് കഴിച്ചതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവനും ചേച്ചിക്കും ഡെസേർട്ടിലൊക്കെ പോയി വന്നതുകൊണ്ട് വലിയ വിശപ്പില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ ദോശയാണ് ഓർഡർ ചെയ്തത്. ദോശയും ഓക്കെ ആയിരുന്നു കേട്ടോ. അത് MRI എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് വന്നേക്കണ എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ഇവന്മാർ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചാണ് ഖത്തറിൽ. അവന്മാരിതേ ഗിഫ്റ്റൊക്കെ മേടിച്ച് അതിൻ്റെ പുറത്ത് ബലൂണൊക്കെ കെട്ടി വെച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളിപ്പോഴും പഴയ 4D പിള്ളേരാട്ടോ. അതാണ് ബലൂണൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. താടി മീശയൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ല മെച്യൂറായ പിള്ളേരാണ്. പക്ഷേ എല്ലാം നല്ല പിഞ്ച് മനസ്സുള്ള ലോലന്മാരാട്ടോ. അത് കഴിഞ്ഞ് അളിയൻ്റെയും ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിയുടെ ഫ്രണ്ട്സും മമ്മിയുടെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരോടും ചേർത്തൊരു കിഡിലം ബർത്ത്ഡേ പാർട്ടി. വയസ്സ് എത്രയായെന്ന് മാത്രം ആരും ചോദിക്കരുത്, ഞാൻ പറയില്ല. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് പതുക്കെ എല്ലാവരും ഫുഡ് അടിയിലോട്ട് കടന്നു കേട്ടോ. ഈ ഇരിക്കുന്നതാണ് ജിയ ചേച്ചി, ഷിമില ചേച്ചി, ബിൻസി ചേച്ചി, എല്ലാവരും ഇരിപ്പുണ്ട്. ജിയ ചേച്ചി ഒരു കൊച്ചിൻ്റെ അമ്മയാവാൻ പോകുന്നതാണെങ്കിലും കണ്ടാൽ പറയില്ല കേട്ടോ. നമ്മുടെ ഖത്തറിലെ സന്തൂർ മമ്മിയാണ് ജിയ ചേച്ചി. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് എല്ലാവരും വട്ടമേശ സമ്മേളനം വരുന്ന കോമഡിയും പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്നതാണ് അളിയൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.